മെസ്സി വരും കേട്ടോ. LDF ഭരണത്തിന്റെ അവസാന നാളുകളിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട അവകാശവാദം, ഇടത് സൈബർ ഹാൻഡിലുകൾ വല്ലാതെ ആസ്വദിച്ച് പ്രചരിപ്പിച്ച വാചകവും ആയിരുന്നു അത്. ഒടുവിൽ മെസ്സിയും വന്നില്ല, അർജന്റീനയും വന്നില്ല. അതോടെ ട്രോളുകളുടെ ഹിറ്റ് ചാർട്ടിലും മെസ്സി വരും കേട്ടോ ഇടം പിടിച്ചു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മെസ്സി ആരാധനയുടെ പേരിൽ ലോകം ശ്രദ്ധിച്ച കേരളത്തെ നാണം കെടുത്തുന്നതാണ്. മെസ്സിയുടെ പേരിൽ നടന്നത് വൻ തട്ടിപ്പെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 126 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും ചട്ടലംഘനവും നടന്നതായാണ് കായിക വകുപ്പിന്റെ കണ്ടെത്തൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 1.5 കോടി $, അതായത് ഏകദേശം 126 കോടി രൂപ നൽകിയെന്ന് പ്രധാന സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ ഈ പണം കൈമാറിയതിനോ അർജന്റീന ടീം ഇത് കൈപ്പറ്റിയതിനോ യാതൊരുവിധ രേഖകളുമില്ല. എന്നാൽ ഈ വൻ തുകയുടെ യഥാർത്ഥ സ്രോതസ്, പണം കൈമാറിയ വഴി, ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ എന്നിവ തെളിയിക്കുന്ന രേഖകളും കായിക വകുപ്പിന് കണ്ടെത്താനുമായിട്ടില്ല. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കലും വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനവും നടന്നിട്ടുണ്ടാകാമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കേരള സർക്കാരും തമ്മിലോ സ്പോൺസറും സർക്കാരും തമ്മിലോ നിയമപരമായി നിലനിൽക്കുന്ന യാതൊരുവിധ കരാറുകളും ഒപ്പുവച്ചിട്ടുമില്ല. AFAയുടെ വെറും ഒരു കൊമേഴ്ഷ്യൽ ബ്രോഷർ മാത്രമാണ് ഔദ്യോഗിക സമ്മതപത്രം എന്ന രീതിയിൽ കാണിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ ഔദ്യോഗിക ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല. മത്സരാധിഷ്ഠിത ടെൻഡറും ഉണ്ടായില്ല. കൂടാതെ കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ പേരിൽ സ്വകാര്യ സ്പോൺസർക്ക് ക്രമവിരുദ്ധമായി വിട്ടു നൽകിയതായും ആക്ഷേപമുണ്ട്. ഈ മത്സരവുമായി ബന്ധപ്പെട്ട മുൻ കായിക മന്ത്രി V. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സ്പെയിനിലേക്ക് നടത്തിയ യാത്രയ്ക്കായി ഏകദേശം 14 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഉറപ്പ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ മെസ്സി വരുമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെയും കബളിപ്പിച്ചുവെന്നും കായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്. മെസ്സി വരാത്തത് കരാർ കമ്പനി കൃത്യസമയത്ത് പണം നൽകാത്തതിനാലെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ കമ്പനി പണം സമയത്തിന് നൽകാത്തതിനാലാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പിന്മാറിയത്. കരാർ ഒപ്പിട്ട് 3 ദിവസത്തിനകം $90 ലക്ഷം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. രണ്ടാം ഗഡു $55 ലക്ഷം 120 ദിവസത്തിനകവും കൊടുക്കണമായിരുന്നു. കരാർ കമ്പനി പറഞ്ഞ സമയത്ത് ആദ്യ ഗഡു നൽകിയില്ല. ഇതോടെ കരാറിൽ നിന്ന് പിന്മാറുന്നതായി AFA അറിയിക്കുകയായിരുന്നു. പിന്നീട് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ കരാർ ഭേദഗതി വരുത്തി. 45 ദിവസത്തിനകം രണ്ടാം ഗഡുവായ $55 ലക്ഷം നൽകാനുള്ള വ്യവസ്ഥയും പിന്നീട് ലംഘിച്ചു. AFA പൂർണ്ണമായി പിന്മാറിയതോടെ മന്ത്രിയായിരുന്ന V. അബ്ദുറഹ്മാൻ കത്തയക്കുകയായിരുന്നു. റിപ്പോർട്ടർ കമ്പനി 2 തവണയും കരാർ ലംഘനം നടത്തിയതിനാൽ പിന്മാറുന്നുവെന്നായിരുന്നു AFA നൽകിയ കത്ത്. 2026 മാർച്ചിൽ കളി നടത്താൻ മൂന്നാമതും കരാർ ഒപ്പിട്ടെങ്കിലും അതും നടന്നില്ല. അവസാനമുണ്ടാക്കിയ കരാർ പ്രകാരം $55 ലക്ഷം റിപ്പോർട്ടർ കമ്പനിക്ക് തിരിച്ചു കിട്ടിയെന്നും സൂചനയുണ്ട്. $55 ലക്ഷം ഉടൻ തിരിച്ചു നൽകുമെന്നായിരുന്നു അന്തിമ കരാറിൽ AFAയുടെ ഉറപ്പ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.